നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മണലൂർ സ്വദേശിയായ യുവാവിനെ പെരുങ്ങോട്ടുകരയിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേറ്റുവ പാലത്തിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ തളിക്കുളം ബീച്ചിൽ സ്വച്ഛ ഭാരത് പരിപാടിയുടെ ഭാഗമായി ശുചീകരണം നടത്തി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. മണലൂർ സ്വദേശിയായ യുവാവിനെ പെരുങ്ങോട്ടുകരയിൽ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലാഴി ഇയാനി മനോജിന്റെ മകൻ ആഷിഖിനെയാണ് ചാഴൂർ കൊട്ടുടി വളവിന് സമീപമുള്ള കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 23 വയസ്സായിരുന്നു. JCB ഡ്രൈവറാണ് മരിച്ച ആഷിഖ്. ചൊവ്വാഴ്ച രാത്രിയാണ് മൃതദേഹം കണ്ടെത്തിയത്. അന്തിക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ചേറ്റുവ പാലത്തിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി തളിക്കുളം സ്വദേശിയായ സ്കൂട്ടർ യാത്രക്കാരൻ അപകടത്തിൽപ്പെട്ടു. പാലത്തിലെ കുഴിയിൽ സ്കൂട്ടർ ചാടിയതിനെ തുടർന്ന് വാഹനത്തിൽ നിന്ന് തെറിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു. കാൽനട യാത്രക്കാർ എതിരെ വരുന്ന വാഹനം തടഞ്ഞു നിർത്തിയതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. പരിക്കേറ്റ ആളെ ലെവൽ ഓഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പല ഭാഗങ്ങളിലും കുഴിയടച്ച ഭാഗത്ത് ടാറിട്ടത് പൊളിഞ്ഞുപോയി വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ട് ഇരുമ്പ് കമ്പികൾ പുറത്തായ രീതിയിലാണ്. അശാസ്ത്രീയമായ രീതിയിൽ കുഴികൾ അടയ്ക്കുന്നതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ കുറ്റപ്പെടുത്തി. പാലത്തിനോടുള്ള അവഗണന തുടങ്ങിയിട്ട് വർഷങ്ങളായി. പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ അണഞ്ഞ് കിടക്കുന്നത് മൂലം രാത്രിയിൽ പാലത്തിൽ കൂരിരുട്ടാണ്. ഇതുമൂലം പാലത്തിലെ കുഴികൾ കാണാനാകില്ല. ദിനംപ്രതി ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ചേറ്റുവ പാലത്തിലെ അപകട സാധ്യത കണ്ടിട്ടും കാണാത്ത രീതിയിലാണ് അധികൃതർ. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ തൃശൂർ തളിക്കുളം ബീച്ചിൽ കോസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വച്ഛ ഭാരത് പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി. വൃത്തിയും ആരോഗ്യവുമുള്ള ഒരു രാഷ്ട്രത്തിന്റെ വികസനത്തിനായി സ്വച്ഛതാ ഹി സേവ ശുചിത്വ യജ്ഞം ഇനി മുടക്കം കൂടാതെ എന്നേക്കുമായി തുടരണമെന്ന് അദ്ദേഹം പറഞ്ഞു. മഹാത്മജിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു എന്നതിലുപരി അർപ്പണബോധത്തോടെ ആചരിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോക ജനതയെന്നും പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത സ്വച്ഛ ഭാരത് വർഷങ്ങളായി മുന്നോട്ട് പോകുന്നു. അത് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നും ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഒരുപക്ഷെ കാലാവസ്ഥ വ്യതിയാനത്തിലേക്ക് ചെന്ന് പതിക്കുന്ന തരത്തിൽ കടലിലേക്ക് നമ്മൾ തള്ളിവിടുന്ന എല്ലാ മാലിന്യങ്ങളും വന്ന് ഒരു മഴക്കാലം എത്തിക്കഴിയുമ്പോൾ നമ്മളെയൊക്കെ ശ്വാസം മുട്ടിച്ച് ഒരു 10 ദിവസത്തെ മഴ കഴിയുമ്പോൾ പിന്നെ ഈ ദ്രോഹം മുഴുവൻ ചെന്ന് പതിക്കുന്നത് കടലമ്മയ്ക്കാണ്. ആ കടലമ്മയുടെ കരയാണ് ഇന്ന് നമ്മളിവിടെ ഒരു വലിയ ദിവ്യ പ്രവർത്തനത്തിലൂടെ എങ്ങനെ നമ്മുടെ കടലോരങ്ങളെല്ലാം വളരെ ശുദ്ധമായി പരിപാലിപ്പിക്കണം എന്നുള്ള പാഠം മാത്രമല്ല, ഇത് ജീവിതത്തിൻ്റെ ഒരു ചര്യയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഒരുപക്ഷെ കോസ്റ്റ് ഗാർഡ് ആയാലും എൻ്റെ മന്ത്രാലയത്തിന് കീഴിലുള്ള എണ്ണ കമ്പനികളെല്ലാവരും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇതിൽ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ 2015 മുതൽ ഇത് ശക്തമായി അവർ തന്നെയാണ് മുമ്പോട്ട് കൊണ്ട് നടക്കുന്നത്. സ്വച്ഛതാ അഭിയാൻ എന്ന് പറയുന്നത് പെട്രോളിയം മിനിസ്ട്രിയുടെ കീഴിലാണ് നടപ്പിലാക്കുന്നത്. ഇത് ഈ വർഷവും ജൂലൈ മാസത്തിൽ തുടങ്ങിയ ഈ ആചരണം ഇതുവരെ നിലച്ചിട്ടില്ല. ഇത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നുകൊണ്ടും അവസാനിക്കില്ല. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും വർഷം മുഴുവൻ. തളിക്കുളം ബീച്ചിലെ സ്വച്ഛതാ ക്യാമ്പയിൻ ഫ്ലാഗ് ഓഫ് ചെയ്ത കേന്ദ്ര സഹമന്ത്രി കടലോരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിലും പങ്കാളിയായി. സ്കൂൾ കുട്ടികൾക്കും NCC കേഡറ്റുകൾക്കും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തകർക്കും കേന്ദ്ര സഹമന്ത്രി വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. വിവിധ NGO, NSS, NCC കേഡറ്റുകൾ, സ്കൂൾ കുട്ടികൾ, പങ്കാളികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. DIG N രവി, കോസ്റ്റ് ഗാർഡ് ജില്ലാ കേരള ആൻഡ് മാഹി ജില്ലാ കമാൻഡന്റ് സന്ദീപ് സിംഗ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ, വാർഡ് മെമ്പർമാരായ ഷാജി ആലുങ്ങൽ,
ബിന്നി അറക്കൽ, അനിൽകുമാർ, BJP സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്, ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ്, സേവ്യൻ പള്ളത്ത്, സെന്തിൽ കുമാർ, ഷൈൻ നെടിയിരിപ്പിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. നാട്ടിക SN ട്രസ്റ്റ് സ്കൂൾ, SN കോളേജ്, ശ്രീരാമ പോളിടെക്നിക്, വലപ്പാട് സ്കൂൾ, തളിക്കുളം ഗവൺമെന്റ് സ്കൂൾ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ NCC, NSS കേഡറ്റുകളും ഹരിതകർമ്മ സേനാ അംഗങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. കൂടാതെ ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് പുടവ നൽകി. മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കുന്നതിനു വേണ്ടി കൊടിയമ്പുഴ ദേവസ്വം ഭാരവാഹികൾ കേന്ദ്രമന്ത്രിക്ക് നിവേദനം കൊടുത്തു. ഗാന്ധി ജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ ഗാന്ധി സ്മൃതി സംഗമവും അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. DCC ജനറൽ സെക്രട്ടറി K. ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, VR വിജയൻ, മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് P. വിനു, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, TV ഷൈൻ, PK നന്ദനൻ, മധു അന്തിക്കാട്ട്, മഹിളാ കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ PC ജയബാലൻ, ബാബു പനക്കൽ, മുഹമ്മദ് അലി കണിയാർക്കോട്, സുധി ആലക്കൽ എന്നിവർ സംസാരിച്ചു. ലോക ചരിത്രത്തിൽ ഇന്നുവരെ അടയാളപ്പെടുത്തിയിട്ടില്ലാത്ത വിധത്തിൽ ലോകത്തിന് മാതൃകയായ അഹിംസാവാദി, അതുപോലെ തന്നെ ലോകത്തിന് വലിയ ഒരു പുതിയ പ്രത്യയശാസ്ത്രത്തെ വിഭാവനം ചെയ്ത മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ കാലം എത്ര മാറിയാലും മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. എല്ലാ മതങ്ങളും സഹിഷ്ണുതയോടെ വസിക്കുന്നൊരു രാജ്യമായിട്ടാണ് മഹാത്മാഗാന്ധി ഇന്ത്യയെ വിഭാവനം ചെയ്തത്. മതങ്ങൾ എന്ന് പറയുന്നത് ഈശ്വരനിലേക്കുള്ള വഴികാട്ടിയായിട്ടാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് മതത്തെ മാത്രമല്ല ദൈവങ്ങളെപ്പോലും രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്ന വർത്തമാനകാലത്താണ് ഗാന്ധി ജയന്തി ആചരിക്കുന്നത്. ഇടവേള. പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണം ഇങ്ങെത്തി. ഏവർക്കും മൈ സ്റ്റോർ മൊബൈൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് പലിശയില്ലാതെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഫോണുകൾ മാസത്തവണയിൽ സ്വന്തമാക്കാം. ഐഫോൺ, ആൻഡ്രോയിഡ് തുടങ്ങി എല്ലാത്തരം ഫോണുകളും ഫോൺ ആക്സസറീസും ലഭ്യമാണ്. മാത്രമല്ല, കംപ്ലൈൻ്റ് ആയ ഫോണുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് റിപ്പയർ ചെയ്തു തരുന്ന തൃപ്രയാറിലെ ഏറ്റവും വലിയ ലൈവ് സർവീസ് സെന്റർ കൂടിയാണ് മൈ സ്റ്റോർ മൊബൈൽസ്. അപ്പോൾ ഇനി ഫോണിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ഫോൺ 8078776665 8080008811. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. വാർത്തകൾ തുടരുന്നു. കഴിമ്പ്രം ബീച്ച് സെന്ററിൽ സ്മാർട്ട് ബസ് വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം നടന്നു. വലപ്പാട് SHO MK രമേശ് ഉദ്ഘാടനം ചെയ്തു. CCTV ക്യാമറ, മൊബൈൽ ചാർജിംഗ്, വായിക്കാൻ വിശ്വസാഹിത്യത്തിലെ പുസ്തകങ്ങൾ, സംഗീതം ശ്രവിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, വെളിച്ച സംവിധാനം എന്നിവ ഈ സ്മാർട്ട് വെയിറ്റിംഗ് ഷെഡിലുണ്ട്. സോളാർ എനർജിയും ടൈമറും ഉപയോഗിച്ചാണ് എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത്. കഴിമ്പ്രം സ്വദേശിയായ നെടിയിരിപ്പിൽ സുരേന്ദ്രൻ നേതൃത്വം നൽകുന്ന സുരേന്ദ്ര ഫൗണ്ടേഷനാണ് ഈ വെയിറ്റിംഗ് ഷെഡ് നാടിന് സമർപ്പിച്ചത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 17ാം വാർഡ് മെമ്പർ ഷൈൻ നെടിയിരിപ്പിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, എടമുട്ടം സഹകരണ സംഘം പ്രസിഡന്റ് ശോഭ സുബിൻ, നെടിയിരിപ്പിൽ ക്ഷേത്ര സംരക്ഷണ സഭാ പ്രസിഡന്റ് NS രമേശ് ബാബു എന്നിവർ സംസാരിച്ചു. സ്മാർട്ട് വെയിറ്റിംഗ് ഷെഡ് നാടിനായി സമർപ്പിച്ച NK സുരേന്ദ്രനെ വ്യാസ ഗ്രാമസേവ സമിതിക്ക് വേണ്ടി വിജയകുമാർ, സജിത സുഭാഷ് എന്നിവർ ചേർന്ന് ആദരിച്ചു. ജീവാത്മാവും പരമാത്മാവുമായ സുരേന്ദ്രൻജിയെ ഞാൻ വളരെയധികം ആദരവോടെ അഭിനന്ദിക്കുന്നു. സാധാരണ ബസ് സ്റ്റോപ്പുകൾ എന്ന് പറയുന്നത് രണ്ടു തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ. ഒന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രമായിട്ടും മറ്റൊന്ന് സാമൂഹ്യ വിരുദ്ധർക്ക് അഴിഞ്ഞാടാനും. അപ്പം അങ്ങനെ ഒരു സംവിധാനം കൂടി ഒഴിവാക്കാനായിരിക്കണം, ആ ഒരു ചിന്തയിൽ നിന്നും കൂടി ആയിരിക്കണം അവിടെ ഒരു CCTV ക്യാമറയോട് കൂടിയ സംഗീതാത്മകമായ വെൽ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിട്ടുള്ളത്. വളരെ നല്ല കാര്യമാണ്.
മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഗാന്ധി ജയന്തി ദിനാചരണം നടത്തി. DCC ജനറൽ സെക്രട്ടറി VG അശോകൻ മഹാത്മാഗാന്ധി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. മണലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി KK ബാബു ദേശരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. DCC ജനറൽ സെക്രട്ടറി KB ജയറാം, കോൺഗ്രസ് നേതാക്കളായ റോബിൻ വടക്കേത്തല, KK പ്രകാശൻ, PT ജോൺസൺ, ബീന സേവ്യർ, പുഷ്പ വിശ്വംഭരൻ, ഡോളി വിനീഷ്, ടോണി അത്താണിക്കൽ, വാസു വളാഞ്ചേരി, AP ജോസ് മാസ്റ്റർ, ജിഷ സുരേന്ദ്രൻ, ജിൻസി മരിയ തോമസ്, കവിത രാമചന്ദ്രൻ, CN പ്രഭാകരൻ, ജോസഫ് പള്ളികുന്നത്ത്, സ്റ്റീഫൻ നീലങ്കാവിൽ, സത്യൻ കളരിക്കൽ എന്നിവർ സംസാരിച്ചു. നാട്ടികയുടെ മണ്ണിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി ധനലക്ഷ്മി കൃഷിക്കൂട്ടം. ഓരോ കൃഷിഭവൻ തലത്തിലും കൃഷിക്കൂട്ടാധിഷ്ഠിത ഫാം പ്ലാന്റെ ഭാഗമായി കൃഷിക്കൂട്ടങ്ങൾ ആരംഭിച്ചു. തളിക്കുളം ബ്ലോക്ക് നാട്ടിക കൃഷിഭവനിൽ മൂല്യവർദ്ധിത മേഖലയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ധനലക്ഷ്മി കൃഷിക്കൂട്ടം 30ഓളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു. നാളികേരം, മഞ്ഞൾ അധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളോടൊപ്പം വേദന സംഹാരി ഓയിൽ, സോപ്പുകൾ, ഹെയർ ഓയിൽ, പലതരം മസാല കൂട്ടുകൾ, ചെമ്മീൻ പൊടി, അവലോസ് പൊടി, സ്ക്വാഷ്, നെയ്യ്, അച്ചാറുകൾ, കൊണ്ടാട്ടം, തൈര്, മുളക്, പപ്പടം, കൺമഷി, കുങ്കുമം എന്നിങ്ങനെയുള്ള പലതരം ഉൽപ്പന്നങ്ങളും നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്നുണ്ട്. കൃഷിവകുപ്പിന്റെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് എന്ന സ്കീമിലൂടെ വാങ്ങിയ പഴം, പച്ചക്കറി ഉണക്കുന്ന ഡ്രയർ മെഷീനിലൂടെ നിരവധി പച്ചക്കറികൾ, കുടംപുളി, ജാതിക്കായ എന്നിവ ഉണക്കി സംസ്കരിക്കുന്നുണ്ട്. ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ തദ്ദേശീയമായും കാർഷിക ഗ്രൂപ്പുകൾ, കാർഷിക പ്രദർശനങ്ങൾ എന്നിവ വഴി നേരിട്ടും കൊറിയർ മുഖാന്തരവും വിൽപ്പന നടത്തുന്നു. പ്രാദേശികമായി 12 അംഗങ്ങളോടെ തുടക്കം കുറിച്ച ധനലക്ഷ്മി കൃഷിക്കൂട്ടം ഇന്ന് നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വേറിട്ട സമ്പാദ്യത്തോടെ വിവിധ ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകളുടെ സഹായത്തോടെ കേരള ഗ്രോ ബ്രാൻഡിങ്ങിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ്. ഉൽപാദന മേഖല, സേവന മേഖല, മൂല്യവർദ്ധിത മേഖല, അങ്ങനെ 2022 തന്നെ ഇവിടെ മൂല്യവർദ്ധിത കൃഷിക്കൂട്ടം ഇവിടെ നാളികേര അധിഷ്ഠിതവും മഞ്ഞൾ അധിഷ്ഠിതമായിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തന്നെ 2022 തന്നെ ആരംഭിക്കുകയും അത് ചെറിയ രീതിയിൽ പ്രാദേശികമായിട്ടുള്ള രീതിയിൽ വിൽപ്പന നടത്തുകയും ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഓൺലൈൻ വിൽപ്പനയും ഇവിടെ നടന്നു വരുന്നുണ്ട്. 25ഓളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് കൃഷിക്കൂട്ടാധിഷ്ഠിത മൂല്യവർദ്ധിത ഫാം പ്ലാന്റെ കൃഷിക്കൂട്ടാധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിക്കുകയും അതുവഴി വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ഈ ധനലക്ഷ്മി കൃഷിക്കൂട്ടത്തിൽ ലഭിക്കുകയും. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ പ്രചരണാർത്ഥം കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ ബിനീഷ് എന്നിവർ സംസാരിച്ചു. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം, മാലിന്യം വലിച്ചെറിയരുത്, പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്നീ മുദ്രാവാക്യങ്ങളുമായി പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകർ, പഞ്ചായത്ത് ജീവനക്കാർ, കുടുംബശ്രീ, തൊഴിലുറപ്പ് പ്രവർത്തകർ എന്നിവർ കൂട്ടയോട്ടത്തിൽ പങ്കാളികളായി. ആശാപ്രവർത്തകരുടെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ ദൃശ്യവിഷ്കാരം സംഘടിപ്പിച്ചു. ഒരു പഞ്ചായത്തിൽ ഒപ്പം ചേർന്ന് നിൽക്കാൻ, താങ്ങായി നിൽക്കാൻ ഈ നാട്ടിലെ മുഴുവൻ സഹോദരിമാരും ഒത്തുചേരുന്നു എന്നുള്ളത് എനിക്ക് ഏറെ അഭിമാനമാണ്. നമ്മൾ എന്തൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചാലും ഇതുവരെ ഇത്രയും മനോഹരമായിട്ട് തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്കത് നടത്താൻ സാധിക്കുന്നു. നമ്മളൊരു മെസ്സേജ് കൊടുത്താൽ ഇന്ന സമയത്ത് ഇന്ന കാര്യം നടത്തണം, അങ്ങനെ മെസ്സേജ് പോയാൽ അത് കൃത്യമായി നടന്നു പോകുന്നെന്നുള്ളതാണ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പെരിങ്ങോട്ടുകര കാനാഠിമഠത്തിൽ ദർശനം നടത്തി. വാദ്യമേള താലപ്പൊലിയോടെ കാനാടി മഠം ജോയിന്റ് ട്രസ്റ്റിമാരായ KV ശൈലേഷ്, അഡ്വക്കേറ്റ് KS സുജിത് ലാൽ എന്നിവർ കേന്ദ്രമന്ത്രിയെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു.
പെരിങ്ങോട്ടുകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. സ്കൂൾ അങ്കണത്തിൽ ഗാന്ധിജിയുടെ വേഷമണിഞ്ഞ് വിദ്യാർത്ഥികൾ ഘോഷയാത്രയുടെ അകമ്പടിയോടെ ഗാന്ധി ജയന്തി ആഘോഷത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് ഗാന്ധി പ്രതിമയിൽ കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികൾ മാലയിട്ട പുഷ്പാർച്ചന നടത്തി. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് വി.കെ. പ്രദീപ് അധ്യക്ഷനായി. ചടങ്ങിൽ വിഷ്ണു ഭാരതീയ സ്വാമികൾ നിർധനരായ കുട്ടികൾക്ക് ധനസഹായ വിതരണവും ഗാന്ധിജിയുടെ ചരിത്രം പുസ്തകവും കുട്ടികൾക്ക് വിതരണം ചെയ്തു. ടി.കെ. പീതാംബരൻ, ബാബു വിജയകുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ ജെ.ബി. ജിഷ, പ്രധാനാധ്യാപിക സി.ആർ. ഗീത, എൽ.പി. വിഭാഗം പ്രധാനാധ്യാപിക എ. ശ്രീദേവി, മുൻ പ്രിൻസിപ്പൽ സാജൻ മാസ്റ്റർ, പി.ടി.എ. പ്രസിഡന്റ് മധുലാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സ്കൂൾ പരിസരം ശുചീകരണ പ്രവർത്തനവും ഉണ്ടായിരുന്നു. വളരെ ഭംഗിയായി തന്നെ ആഘോഷിക്കാറുള്ളതാണ്. ഇതിന്റെ പിന്നിൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വളരെയേറെ പ്രയത്നങ്ങൾ ഉണ്ട്. എല്ലാ വർഷവും നമ്മുടെ സ്കൂളിന് വേണ്ടി നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഈ രീതിയിൽ സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വളരെയേറെ അവരുടെ പിന്നിൽ കുറേയേറെ പ്രയത്നങ്ങളുണ്ട്. ഗാന്ധി ജയന്തി 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇത്രയും നല്ലൊരു സാഹചര്യം ഉണ്ടാക്കി തന്ന പല നേതാക്കന്മാരുടെയും ഓർമ്മകളാണ് ഇന്ന് നമുക്ക് ഓർക്കുന്നത്. ഗാന്ധി ജയന്തി നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ ഗാന്ധിജി നല്ലപോലെ പ്രയത്നിച്ച് പീഡനങ്ങൾ അനുഭവിച്ച് നേടിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യം. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. ഗാന്ധി ജയന്തി ദിനത്തിൽ വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാർച്ച് 31 വരെ നീണ്ടു നിൽക്കുന്ന മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന് തുടക്കമായി. വാടനപ്പള്ളി ബീച്ചിൽ നടന്ന മഹാശുചീകരണ യജ്ഞത്തോടെ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A.S. സബിത്ത അധ്യക്ഷനായി. ജനപ്രതിനിധികളായ സുലേഖ ജമാലു, രന്യ ബിനീഷ്, കെ.ബി. ശ്രീജിത്ത്, പഞ്ചായത്ത് സെക്രട്ടറി A.L. തോമസ് എന്നിവർ സംസാരിച്ചു. വിവിധ വാർഡ് മെമ്പർമാർ, ആരോഗ്യ പ്രവർത്തകർ, പഞ്ചായത്ത് ജീവനക്കാർ, അംഗനവാടി, കുടുംബശ്രീ, തൊഴിലുറപ്പ് പ്രവർത്തകർ എന്നിവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്തിലെ 18 വാർഡുകളിലും ഒരേ സമയം ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും മാർച്ച് 31 വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ക്ലീൻ വാടനപ്പള്ളി സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് ആക്കുകയാണ് ലക്ഷ്യമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. തളിക്കുളം പബ്ലിക് ലൈബ്രറി ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് പരിസര ശുചീകരണം നടത്തി. മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം പബ്ലിക് ലൈബ്രറി, KSCB, മാവേലി സ്റ്റോർ പരിസരം എന്നിവ വൃത്തിയാക്കി. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തളിക്കുളം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ഗഫൂർ തളിക്കുളം, N. മദനമോഹനൻ മാസ്റ്റർ, ഗീതാ വിനോദൻ, വാസൻ കോഴിപ്പറമ്പിൽ, ഷീജ രാമചന്ദ്രൻ, ബിൻസി വിനോദൻ, ഷീബ, ബീന വാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജീവ് ഫൗണ്ടേഷൻ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന ബ്ലീഡ് ഫോർ ദ നാഷൻ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഗാന്ധി ജയന്തി ദിനത്തിൽ തൃപ്രയാറിൽ നടന്നു. 1000 രക്തദാതാക്കളുടെ സമ്മതപത്രം ഫൗണ്ടേഷൻ ഭാരവാഹികൾ ഏറ്റുവാങ്ങി. ജില്ലാ ചെയർമാൻ അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയൻ മൂല്യങ്ങളുടെയും ഗാന്ധിയൻ ദർശനങ്ങളുടെയും ഗാന്ധിയൻ ആശയങ്ങളുടെയും ഗാന്ധിയൻ ആദർശങ്ങളുടെയും ഒപ്പം ഗാന്ധിയൻ തത്വദീക്ഷതകളും നമ്മുടെ രാജ്യത്ത് ഓരോ ദിവസവും ഓരോ നിമിഷവും അതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും അതിൻ്റെ ആഴവും പരപ്പും അർത്ഥവും വ്യാപ്തിയും ഏറി വരികയാണ്, അതല്ലെങ്കിൽ വർദ്ധിച്ചു വരികയാണ്. എല്ലാ ജീവകാരുണ്യ പ്രവർത്തനത്തെക്കാളും എല്ലാ സൽപ്രവൃത്തിയേക്കാളും മുകളിലാണ് രക്തദാനത്തിന് സ്ഥാനമെന്നും അതുകൊണ്ട് രക്തദാനത്തെ മഹാദാനമായി കാണുന്നതെന്ന് അനിൽ പുളിക്കൽ പറഞ്ഞു. രക്തസ്വീകർത്താക്കൾക്ക് രക്തദാതാക്കളെ ഓൺലൈൻ ആപ്പ് വഴി നമുക്കിടയിൽ നിന്നും കണ്ടെത്താൻ കഴിയുന്ന നൂതന സംവിധാനമാണ് രാജീവ് ഫൗണ്ടേഷൻ
ബ്ലഡ് ഫോർ ദ നാഷൻ വഴി ഒരുക്കിയിരിക്കുന്നത്. രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ നാട്ടിക നിയോജക മണ്ഡലം ചാപ്റ്റർ ചെയർമാൻ AN സിദ്ധപ്രസാദ് അധ്യക്ഷനായി. CS മണികണ്ഠൻ, ശ്രീദേവി മാധവൻ, VD സന്ദീപ്, ലിജി നിതിൻ, അക്ബർ ചേറ്റുവ, PC ജയബാലൻ, PC മണികണ്ഠൻ, ബാബു പനേക്കൽ, CR രാജൻ, NK ചിത്രസിംഗ് എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കോസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ നടന്ന കേന്ദ്ര പെട്രോളിയം ടൂറിസ്റ്റ് വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്ത സ്വച്ഛതാ കി സേവ പരിപാടിയിൽ നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നൃത്താവിഷ്കാരം നടന്നു. പരിപാടിയോടനുബന്ധിച്ച് ഉദ്ഘാടന വേദിയിൽ NSS യൂണിറ്റിന്റെ ആവശ്യപ്രകാരം അവാർഡ് ജേതാവായ അപർണ ബാലമുരളിയുടെ അച്ഛൻ ബാലമുരളി സംഗീത സംവിധാനം നിർവഹിച്ച എൻ്റെ ഭൂമിയുടെ നൃത്താവിഷ്കാരമാണ് കുട്ടികൾ അവതരിപ്പിച്ചത്. നൃത്തം അവതരിപ്പിച്ച NSS വിദ്യാർത്ഥികൾക്കും പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷിനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആദരവ് നൽകി. തുടർന്ന് സ്നേഹതീരം ക്ലീനിങ്ങിലും പങ്കെടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ അവിടെ നിന്നും അതിരപ്പള്ളി ആദിവാസി മേഖലയിൽ ജാഗ്രതാ ജ്യോതി തെളിയിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പാൾ ജയാബിനി GSB, NSS കോർഡിനേറ്റർ ശലഭ ജ്യോതിഷ്, അധ്യാപകരായ ഷൈജ EB, അനിത OR, അമർ എന്നിവർ പങ്കെടുത്തു. തൃപ്രയാർ ടെമ്പിൾ സിറ്റി ലയൺസ് ക്ലബ്ബ് അംഗങ്ങൾ ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. സംസ്കാരം, ശുചിത്വം, സമൂഹം എന്ന സന്ദേശം പകർന്നുകൊണ്ട് കവി കുഞ്ഞുണ്ണിമാൾ സാംസ്കാരിക അങ്കണത്തിൽ നടന്ന ശുചിത്വ യജ്ഞം ഗാന്ധിതീരം ഫൗണ്ടേഷൻ ഡയറക്ടർ CK ബിജോയ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് RIM സക്കറിയ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ജോസ് താടിക്കാരൻ, വൈസ് പ്രസിഡന്റ് ജെയ്ക്കോ, EP തോമസ് എന്നിവർ സംസാരിച്ചു. സൂരജ് വേളയിൽ, കാർത്തികേയൻ കുന്നുമ്മൽ, രാധാകൃഷ്ണൻ പാതാട്ട്, റഷീദ് വീരാസൻ, നവീദ് സക്കറിയ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിമ്പ്രം ബീച്ചിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെയും 17-ാം വാർഡിലെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ഇരിഞ്ഞാലക്കുട ഗവൺമെൻറ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിൻ്റെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. 17-ാം വാർഡ് മെമ്പർ ഷൈൻ നെടിയിരിപ്പിൽ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റുമാരായ ഷീബ ശിവദാസൻ, അനീഷ, വിനിത, NSS കോർഡിനേറ്റർ ലസിത എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നമുക്കറിയാം, ജീവിതത്തിൽ ശുചിത്വത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ സഹന സമരത്തിലൂടെ ഒരു സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അടിയറവ് പറയിപ്പിച്ച ലോകത്തിന് മാതൃകയായിട്ടുള്ള മഹാത്മാവിൻ്റെ ജന്മദിനം. ഇന്ന് ഭാരതത്തിലുടനീളം സ്വച്ഛതാ ഹി സേവ, ശുചിത്വമാണ് സേവനം എന്ന വലിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഭാരതത്തിലുടനീളം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട്, സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ ആചരിക്കുകയാണ്. ഇന്ന് ഇവിടെ 13-ാം വാർഡിലെയും 17-ാം വാർഡിലെയും
തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കഴിമ്പ്രം ബീച്ചിലെ ഈ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അവരോടൊപ്പം ലസീദ ടീച്ചറുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ബോയ്സ് VHSE സ്കൂളിലെ NSS വളണ്ടിയർമാരും ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മളോടൊപ്പം ചേർന്നു. അന്തിക്കാട് നടയിൽ സ്ഥാപിച്ച ബോട്ടിൽ ബൂത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത്ത് അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി സത്യൻ, CA വർഗീസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു, AV ശ്രീവത്സൻ, TI ചാക്കോ, KB രാജീവ്, ഗോകുൽ കരിപ്പള്ളി, ജനപ്രതിനിധികളായ മിനി ചന്ദ്രൻ, മിൽന സ്മിത്ത്, അനിത ശശി, KK പ്രദീപ്, TP രഞ്ജിത്ത് കുമാർ, സരിത സുരേഷ്, ഹരിതകർമ്മ സേനാംഗങ്ങൾ, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് KA ലാസർ, ഹെൽത്ത് ഇൻസ്പെക്ടർ അശ്വതി സിദ്ധാർത്ഥൻ എന്നിവർ പങ്കെടുത്തു. അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് MCF നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഭൂമിയുടെ രേഖകളുടെ കൈമാറ്റം അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ KK വേലായുധൻ ഹാളിൽ വെച്ച് നടന്നു. വാലപ്പറമ്പിൽ ഹരീഷ് ഭാര്യ രജീഷയിൽ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ, സെക്രട്ടറി സത്യൻ തോട്ടുങ്ങൽ ഏറ്റുവാങ്ങി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത്ത് അന്തിക്കാട്, മുൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി CA വർഗീസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു, BJP പ്രതിനിധി ഗോകുൽ കരിപ്പള്ളി, പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ സരിത സുരേഷ്, മിനി ചന്ദ്രൻ, മിൽന സ്മിത്ത്, അനിത ശശി, KK പ്രദീപ്, TP രഞ്ജിത്ത് കുമാർ എന്നിവർ സംസാരിച്ചു. ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നു. മുൻ പ്രസിഡന്റ് ഉള്ളപ്പോൾ തന്നെ, മുൻ പ്രസിഡന്റും മുൻ വൈസ് പ്രസിഡന്റായിട്ട് പ്രതിഭട്ടനുള്ളപ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ പ്രതിഭട്ടൻ ഒരുപാട് ഇതിന് ഓടി നടന്നിട്ടുണ്ട്. ഈ നിമിഷം വരെ ഈ ആധാർ രജിസ്റ്റർ ചെയ്യുന്ന ഇതുവരെ പ്രതിഭട്ടൻ മുൻ പ്രസിഡന്റായാലും നല്ല രീതിയിൽ തന്നെ ഇതിനുള്ള കാര്യങ്ങൾ വളരെ സജീവമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നാട്ടിക 11, 12 വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ CKG സ്ക്വയറിൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മണികണ്ഠൻ ഒളോട്ടത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CG അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. AB ഹരിലാൽ, സുധി ആലക്കൽ, രാജീവ് അരയമ്പറമ്പിൽ, AB ഭാസ്കരൻ, സന്ദീപ് ഒളോട്ടത്ത്, CR പവിത്രൻ, CA സാബു, സുനിൽ ലാൽ തോട്ടുപുര എന്നിവർ നേതൃത്വം നൽകി. താന്യം ഗ്രാമപഞ്ചായത്തിൽ ഭാഗികമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന MCFന്റെ വിപുലീകരണ ഉദ്ഘാടനം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മായ TB, MK ചന്ദ്രൻ, വാർഡ് മെമ്പർമാർ, താന്യം മോഡൽ CDS ചെയർപേഴ്സൺ സുജിത നരേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, സെക്രട്ടറി സുനിത KV എന്നിവർ സംസാരിച്ചു. 22,80,000 രൂപയാണ് പദ്ധതി ചെലവ്. മഹാത്മാഗാന്ധി വൃത്തിയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം, പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും നന്നായി പാലിക്കേണ്ടതുണ്ട് എന്ന നിലപാടിലൂടെ മുന്നോട്ട് പോയ ഒരാളാണ്. ഗാന്ധിയുടെ ഈ ജന്മദിനത്തിലാണ് ഇന്ന് കേരളത്തിൽ മാലിന്യമുക്തമായ നവകേരളത്തിനു വേണ്ടിയുള്ള ജനകീയ ക്യാമ്പയിൻ്റെ ആരംഭം. ഇന്ന് ആരംഭിച്ച് മാർച്ച് മാസം 30-ാം തീയതി അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ അവസാനിപ്പിക്കുന്ന 6 മാസത്തെ ഒരു ക്യാമ്പയിനാണ്. ഈ 6 മാസം കഴിഞ്ഞാൽ മാലിന്യമുക്തമായ നവകേരളം എന്ന സങ്കല്പം സാക്ഷാത്കരിക്കപ്പെടും എന്നാണ് നമ്മുടെ വിശ്വാസം. ഏത്തായി പടിഞ്ഞാറ് വശം പതിറ്റാണ്ടുകളായി സ്ഥിതി ചെയ്യുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ 35 സെന്റ് ശ്മശാന ഭൂമി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി. 60 വർഷം മുമ്പ് വാക്കാട്ട് അയ്യപ്പുണ്ണി മകൻ VA കൃഷ്ണൻ സംരക്ഷണ സമിതിക്ക് ദാനമായി നൽകിയതാണ് ഈ ഭൂമി. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകളിലെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ ഭൂമി ഉപയോഗപ്രദമാക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വാക്കാട്ട് കൃഷ്ണൻ മകൻ VK തിലകരാജ് പറഞ്ഞു. ശ്മശാനഭൂമി സംരക്ഷണ സമിതി സെക്രട്ടറി TV മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മൺമറഞ്ഞുപോയ പിതൃക്കൾക്ക് ഭൂമിയിൽ പുഷ്പാർച്ചന നടത്തിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഉദ്ഘാടകൻ VK
തിലകരാജനെ TC ശങ്കരൻ പൊന്നാടയണിച്ചു. PV അജയൻ, CK മാധവൻ, ആരി പ്രസന്നൻ, PK പ്രേമനാഥൻ, സുദർശനൻ PK, MC കുഞ്ഞുമോൻ, വാർഡ് മെമ്പർ ബാബു ചെമ്പൻ, ധന്യ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മണികണ്ഠൻ കൈരളി, PA സുകുമാരൻ, CV സുരേന്ദ്രൻ, CK ശശിധരൻ, ഗോപിനാഥൻ അന്തിക്കാട്ട്, C ഉദയൻ, വെങ്കിടി എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. SC/ST ഫെഡറേഷൻ സംസ്ഥാന ചെയർമാൻ AK സന്തോഷ്, ജില്ലാ ചെയർപേഴ്സൺ അജിത നാരായണൻ, തോരൻവീട്ടിൽ വേലായുധൻ എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ വിവിധ ഇടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത്, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ, KA തപതി, ജ്യോതി രവീന്ദ്രൻ, മറ്റു ജനപ്രതിനിധികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, NSA വിദ്യാർത്ഥികൾ, മായ കോളേജ് വിദ്യാർത്ഥികൾ, ആശാപ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. വലപ്പാട് ചന്ത മൈതാനി, ബീച്ചുകൾ, വാർഡുകളിലെ പൊതു ഇടങ്ങൾ എന്നിവ ശുചീകരിച്ചു. നമ്മുടെ രാജ്യത്തെ എങ്ങനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഗാന്ധി നമ്മളെ പഠിപ്പിച്ചതെന്ന്. ദീർഘകാലമായി സമരം ചെയ്ത് ബ്രിട്ടീഷ് സാമ്രാജ്യശക്തികളെ നമ്മുടെ രാജ്യത്തു നിന്നും മാറ്റി സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരുപാട് ത്യാഗം സഹിച്ച ഒരു മഹാ നേതാവാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു മഹാ രക്തസാക്ഷിയാണ് എന്ന് അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കുന്ന ആ ദിനം മറക്കാതിരിക്കാൻ ഇദ്ദേഹത്തിന് കഴിയില്ല. നമ്മുടെ രാജ്യത്താണെങ്കിൽ ഇപ്പോൾ ഏകദേശം 138 കോടി ജനങ്ങളുണ്ട്. ആ ജനങ്ങളൊക്കെ ഇന്നും നമ്മൾ ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെട്ട് മുന്നോട്ട് പോകേണ്ട സാധ്യത. ഇപ്പോൾ നമ്മുടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി കൊടകരയിൽ വെച്ച് നമ്മുടെ കേരളത്തിൻ്റെ മാലിന്യമായി ബന്ധപ്പെട്ട നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയ യജ്ഞം പ്രഖ്യാപിക്കുകയാണ്. തൃപ്രയാർ കൽപ്പക വെഡ്ഡിങ്സിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒരുക്കിയ സമ്മാനങ്ങളുടെ നറുക്കെടുപ്പ് നടത്തി. ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 15 വരെ പർച്ചേസ് ചെയ്തവർക്കാണ് സമ്മാന കൂപ്പൺ നൽകിയത്. പൂവിളി കൽപ്പക എന്ന പേരിൽ ഓണത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന കൂപ്പണിൻ്റെ നറുക്കെടുപ്പ് ഉദ്ഘാടനം നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ നിർവഹിച്ചു. ഉൾക്കൊള്ളിച്ചുകൊണ്ട് നറുക്കെടുപ്പാണ്. എന്തായാലും ആ ഭാഗ്യവാനം നമുക്ക് ആരാണെന്നറിയാം. കുറച്ച് ദിവസമായിട്ട് ആളുകൾ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. സമയം കളയുന്നില്ല. ഇതിൽ പങ്കെടുത്ത നമ്മുടെ ബഹുമാനിയ കസ്റ്റമേഴ്സിന് ഒരു ചാരിറ്റി എന്ന രീതിയിൽ സമ്മാനം കൊടുക്കുകയാണ്. കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം അവർ നമ്മളെ മനസ്സിലേക്ക് അറിഞ്ഞുകൊണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും. വാർഡ് മെമ്പർമാരായ ശ്രീദേവി മാധവൻ, CS മണികണ്ഠൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കൽപ്പക പാർട്ട്ണർമാരായ ജയൻ EP, തിലകൻ EP, വാസ്മിത്, പ്രീതിമോൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നറുക്കെടുപ്പ് നടന്നത്. ഒന്നാം സമ്മാനമായ ഹോണ്ട ഡിയോ സ്കൂട്ടർ വലപ്പാട് സ്വദേശി ശങ്കരി KS അർഹയായി. മറ്റേ ഫസ്റ്റ് പ്രൈസ് വലപ്പാടുള്ള കുട്ടികളാണ്. ലാറ്റിസ് എന്ന് പറഞ്ഞ പേര്. രണ്ടാമത്തെ പ്രൈസ് ചാമക്കാല. മൂന്നാമത്തെ അഫ്മാൻ കറിയാമുട്ടം. രണ്ടാം സമ്മാനമായ റെഫ്രിജറേറ്റർ ചാമക്കാല സ്വദേശി ലിയ അർഹയായി. മൂന്നാം സമ്മാനമായ LED TV കരയാവട്ടം സ്വദേശി അഹിയാൻ അർഹനായി. പ്രോത്സാഹന സമ്മാനമായി 20 പേർക്ക് ഗൃഹോപകരണങ്ങളും നൽകി. കൽപ്പകയോട് സഹകരിച്ചു വരുന്ന എല്ലാ നല്ലവരായ കസ്റ്റമേഴ്സിനും മാനേജ്മെൻറ്റ് നന്ദി രേഖപ്പെടുത്തി. വാണിജ്യം. വായിൽ വെള്ളമൂർന്ന തനത് ഓവൻ ഫ്രഷ് വിഭവങ്ങളുമായി അരിമ്പൂരിൽ PVS മാംഗോ ബേക്കേഴ്സ് പ്രവർത്തനം ആരംഭിച്ചു. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ബേക്കറി രംഗത്ത് പ്രവർത്തിക്കുന്ന മാംഗോ ഗ്രൂപ്പ് പ്രൊഫസർ കിരൺ ഞങ്ങൾക്കൊക്കെ നല്ല അടുപ്പമുള്ള നാട്ടുകാരനായിട്ടുള്ള നല്ല ബിസിനസ്സുകാരനാണ്. കേരളത്തിലെ അങ്ങനെ ഒരു ബ്രാൻഡ് മാംഗോ ബേക്കറി എന്ന ബ്രാൻഡ് അദ്ദേഹം അത്യുത്പാദനം കൊണ്ട് വളർത്തിയെടുത്തതാണ്. അവരുടെ 53ാമത്തെ ഫ്രാഞ്ചൈസി ഷോപ്പാണ് ഇവിടെ. എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ആൻ്റണിയുടെ കുടുംബം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ആൻ്റണി വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയാണ്. അദ്ദേഹം നമ്മുടെ നാട്ടിൽ വന്ന് പ്രവാസികൾ നമ്മുടെ നാട്ടിൽ വന്ന് ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്
അതത് പഞ്ചായത്തുകൾക്ക് കൊണ്ടുണ്ടാവുന്ന കാര്യമാണ്. അക്കാര്യത്തിൽ നമ്മളെല്ലാവരും അവരെ സഹായിക്കുക, നമ്മുടെ ബിസിനസ്സുകളുടെ സംരംഭങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് വരണം. അപ്പോൾ ആന്റണിയുടെ ഈ ഒരു മാംഗോ ബേക്കറിയുടെ ഫ്രാഞ്ചൈസി ഇവിടെ തുടങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിനെല്ലാവിധ ഭാവങ്ങളും നേരുന്നതോടൊപ്പം ഇനി കൂടുതൽ ഫ്രാഞ്ചൈസികൾ മാംഗോ ബേക്കേഴ്സിനെ ആരംഭിക്കാൻ കഴിയട്ടെ. ആന്റണിക്ക് ഈ ബിസിനസ് ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനിവിടെ ആശംസിക്കുകയാണ്. ഫാദർ ജിയോ വേലൂക്കാരൻ ആശീർവാദ കർമ്മം നിർവഹിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ ആദ്യ വിൽപ്പന നടത്തി. ഫുട്ബോൾ താരവും അർജുന അവാർഡ് ജേതാവുമായ IM വിജയൻ, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ C വൃന്ദ, ഷിമി ഗോപി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. മാംഗോ ബേക്കറി കിരൺ എത്രയും 53. ഇതേപോലെ തന്നെ ഇവിടെ ആന്റണി ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ ആന്റണി കൊല്ലങ്ങളായിട്ട് പരിചയമുള്ള കല്യാണം കഴിയണമെന്ന് പരിചയമുള്ളതാണ്. നല്ലൊരു വൈഫിനെ കിട്ടി. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഉയർച്ച വന്നത്. അത് വൈഫിൻ്റെ ഒരു അത് വലിയൊരു ഭാഗ്യമാണ് ആന്റണി. ഇതേപോലെ തന്നെ കേരളത്തിൽ മൊത്തം കിരണും ആന്റണി കൂടി കേരളം മൊത്തം ഇവർ രണ്ടുപേരും കൂടി നടക്കുകഴിഞ്ഞാൽ ഇത് ബാംഗ്ലൂർ ബേക്കറി എല്ലാവർക്കും പറ്റുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മികച്ച ഗുണമേന്മയും രുചികരവുമായ കേക്കുകൾ, പേസ്ട്രികൾ, കുക്കീസ്, സ്നാക്സ്, സ്വീറ്റ്സ്, ഡിസൈൻ കേക്കുകൾ, ബർത്ത്ഡേ കേക്കുകൾ എന്നിവ അരിമ്പൂർ മാംഗോ ബേക്കേഴ്സിൽ നിന്ന് ലഭിക്കും. ഫോൺ നമ്പർ 70 12 61 91 89. കപ്പൽപ്പള്ളിയുടെ നാടാണ്. തീർച്ചയായിട്ടും ബിസിനസ് മുന്നോടി ധാരാളമായ അനുഗ്രഹങ്ങൾ കൊടുക്കുമെന്ന് ഒരു സംശയിക്കുകയില്ല. ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. ഈ ബേക്കറിക്ക് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ബിസിനസ് മുന്നോടി എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഈ നാടിന്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മണലൂർ സ്വദേശിയായ യുവാവിനെ പെരുങ്ങോട്ടുകരയിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേറ്റുവ പാലത്തിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ തളിക്കുളം ബീച്ചിൽ സ്വച്ഛ ഭാരത് പരിപാടിയുടെ ഭാഗമായി ശുചീകരണം നടത്തി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.